അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായമായ സൂറ അൽ ഫലഖ് ആണ് പഠിക്കുന്നത്. സൂറത്തുൽ ഫലഖ് നമുക്ക് സുപരിചിതമായ ഒരു അധ്യായമാണ്. സൂറത്തു നാസ് നാം പഠിച്ചു, അതിനോട് ചേർത്തുകൊണ്ട് തന്നെ പഠിക്കേണ്ട സൂറയാണ്. ആദ്യം നമുക്ക് പാരായണം ചെയ്തിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം, അല്ലേ? എല്ലാവരുടെ കയ്യിലും ഖുർആൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എല്ലാവർക്കും കാണാതെ അറിയുന്ന സൂറയായിരിക്കും സൂറത്തുൽ ഫലഖ് എന്ന് കരുതുന്നു. ഈ സൂറയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട പാരായണ നിയമം എന്താണ്? ഈ സൂറയിലെ 5 ആയത്തുകളിൽ 5 ആയത്തുകളും അവസാനിക്കുന്ന അക്ഷരമുണ്ടല്ലോ, ആയത്തുകളിലെ അവസാനത്തെ പദത്തിലെ അവസാനത്തെ അക്ഷരം, ആ അക്ഷരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പാരായണ നിയമത്തിൽ പ്രത്യേകമായി ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. അൽ ഫലഖ്, അല്ലേ? ഫലഖ് എന്നാണ് ഒന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. രണ്ടാമത്തെ ആയത്ത് ഖലഖ് എന്നാണ് അവസാനിക്കുന്നത്. മൂന്നാമത്തേത് വഖബ്, നാലാമത്തേത് ഉഖദ്, അഞ്ചാമത്തേത് ഹസദ്, അല്ലേ? ഈ സൂക്തങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അക്ഷരങ്ങൾ സുക്കൂനായിട്ട് വരുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കണം എന്നതാണ്. വ്യക്തമായി ഉച്ചരിക്കണം. ഫലഖ് എന്ന് പോരാ, ഫലഖ് വ്യക്തമാവണം. ഖലഖ് എന്നല്ല, ഖലഖ്. വഖബ്, അതേപോലെ ഉഖദ്, ഹസദ്, ഇങ്ങനെ വ്യക്തതയോടുകൂടി ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു പാരായണ നിയമമാണ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫ് അൽ ഖൽഖല എന്നാണ് പേര് പറയാം. ഇങ്ങനെ 5 അക്ഷരങ്ങളാണ് അറബി ഭാഷയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഖാഫാണ്. ഖാഫ് ഇതിൽ വന്നല്ലോ, ഖ്. രണ്ടാമത്തേത് ത്വ, ത്വ എന്ന അക്ഷരമുണ്ട്, ത്. അതേപോലെ ബ, ബ്. പിന്നെ ജീം എന്ന അക്ഷരമുണ്ട്, സുക്കൂൻ വരുമ്പോൾ ജ. ഒടുവിലായിട്ട് ദാല്, ദ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഖ്, ത്, ബ്, ജ, ദ് എന്നാണ്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, കച്ചടത്തപ്പ എന്ന് പറഞ്ഞുകൊണ്ട്. കേട്ടിട്ടില്ലേ? കച്ചടത്തപ്പ കച്ചടത്തപ്പ എനിക്കും താ ചേട്ട കദളിപ്പഴം. യൂട്യൂബിലൊക്കെ നമുക്ക് കിട്ടും. മലയാളത്തിലെ ഖര അക്ഷരങ്ങൾ, അല്പം കനമുള്ള അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിപ്പിക്കുന്ന ഒരു കവിതയാണ്. ഇതേപോലെ അറബി ഭാഷയിൽ ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോൾ വ്യക്തതയോടുകൂടി ഉച്ചരിക്കണം. അപ്പോൾ ഒരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയാം? ഈ 5 അക്ഷരങ്ങളിലെ ഈ 5 അക്ഷരങ്ങളിലും അവസാനിക്കുന്ന 5 അക്ഷരങ്ങളും വരുന്ന ഒരു സൂറ വിശുദ്ധ ഖുർആനിൽ കണ്ടെത്താമോ? അങ്ങനെ 3 സൂറത്തുകളുണ്ട്. ഖുത്ബുജദിലെ 5 അക്ഷരങ്ങളും ആയത്തിൻ്റെ അവസാനത്തിൽ വരുന്ന രൂപത്തിലുള്ള സൂറത്തുകൾ. ഒന്ന് അമ്മ ജുസുവിൽ തന്നെയാണ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. വേറെയും 2 സൂറത്തുകൾ ഇതേപോലെ ഖുർആനിലുണ്ട്. അത് കണ്ടെത്തണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ക്ലാസ് നടക്കുമ്പോഴല്ല കേട്ടോ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മതി. അപ്പോൾ ഇതാണ് ഈ സൂറയിൽ നമ്മൾ പഠിക്കുന്ന മുഖ്യമായ പാരായണ നിയമം. പിന്നെ മറ്റ് സൂറകളൊക്കെ വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, നല്ല വ്യക്തതയോടെ ഉച്ചാരണ ശുദ്ധിയോടുകൂടിയിട്ട്
പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫലഖ് നാം സൂറത്തുൻ നാസിൽ മനസ്സിലാക്കിയതുപോലെ ഈ 2 സൂറകൾക്കും കൂടി ഒരു പേരുണ്ട് അല്ലേ? എന്തായിരുന്നു? അൽ മുഅവ്വിദത്തൈൻ അല്ലെങ്കിൽ അൽ മുഅവ്വിദത്താൻ എന്നാണ്. 2 അഭയാർത്ഥന സൂറകൾ, അള്ളാഹുവോട് രക്ഷ തേടുന്ന 2 സൂറകളാണ്, രക്ഷ തേടാൻ പഠിപ്പിക്കുന്ന 2 സൂറകളാണ് ഈ 2 സൂറത്തുകൾ. അപ്പോൾ അൽ മുഅവ്വിദത്തൈനി അല്ലെങ്കിൽ അൽ മുഅവ്വിദത്താനി എന്ന് ഈ 2 സൂറകൾക്കും കൂടി പറയും. നമ്മൾ സൂറത്തു നാസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറകൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഓതി ഊതുക എന്നതൊക്കെ ശരിയാണോ എന്നൊരുപക്ഷെ നമ്മൾ ചിന്തിക്കും. ഉള്ള മന്ത്രങ്ങൾ ഉള്ളതാണ്. ഈ സൂറയിൽ തന്നെ ദുർമന്ത്രത്തെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഉള്ളത് ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കോ. ഇന്ന് രാത്രി തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡിൽ ഇരുന്നതിന് ശേഷം ഈ സൂറകൾ ഓതിയിട്ട് കയ്യിൽ ഊതുക, എന്നിട്ട് കൈ എത്തുന്നിടത്തൊക്കെയും തടവുക. അപ്പം അങ്ങനെ തടവിയാൽ നല്ല മനസ്സമാധാനത്തോടെ സ്വസ്ഥമായി ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ലഭിക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇനി നമുക്ക് സൂറത്തുൽ ഫലഖിലേക്ക് കടക്കാം അല്ലേ? ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഖുർആനിനെ അടുത്ത് പരിചയപ്പെടാൻ കഴിയും. അതിലൊരു ചോദ്യം, സൂറത്തുൽ ഫലഖിൽ ആകെ എത്ര സൂക്തങ്ങളാണ്? 5. എങ്കിൽ ഖുർആനിൽ 5 സൂക്തങ്ങളുള്ള എത്ര സൂറകളുണ്ട്? ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചൂടെ? തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ നോട്ടിൽ ലിസ്റ്റ് ചെയ്യണം. 5 സൂക്തങ്ങളുള്ള എത്ര സൂറകൾ? ഇനി വേറൊരു ചോദ്യം, അൽ ഫലഖ് എന്നാണ് ഈ സൂറയുടെ പേര് അല്ലേ? അതിൽ അലിഫും ലാമും അൽ ഒഴിവാക്കിയാൽ ഫ കൊണ്ടാണ് ആ വാക്ക് തുടങ്ങുന്നത്, ഫലഖ്. എങ്കിൽ ഫ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറകൾ ഖുർആനിലുണ്ട്? നമുക്ക് ഇപ്പോൾ ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് വല്ലാത്ത കൊതിയുണ്ടാവും അല്ലേ? അയാൾ ധരിച്ച ഡ്രസ്സിനെ കുറിച്ച്, അയാൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെക്കുറിച്ച്, അതുപോലെ എവിടുന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. എവിടെ പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ്, ഏത് ഹോബിയാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആളുകളായിട്ട് അടുത്തിടപഴകുക. എങ്കിൽ ഖുർആൻ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറകൾ ഖുർആനിലുണ്ട്. നമ്മൾ ആദ്യം പഠിച്ച സൂറയില്ലേ, എന്തായിരുന്നു പേര്? അൽ ഫാത്തിഹ. അപ്പോൾ അത് ഫ കൊണ്ട് തുടങ്ങുന്നൊരു സൂറയാണ്. ഇവിടെ 113ാമത്തെ സൂറയും ഫ കൊണ്ട് തുടങ്ങുന്നു, അൽ ഫലഖ് അല്ലേ? എങ്കിൽ പിന്നെ എത്ര സൂറകളുണ്ട്? അവ ഒന്ന് കണ്ടെത്തിയിട്ട് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ഫലഖ് എന്താ വാക്കിൻ്റെ അർത്ഥം എന്നറിയാം? ഡേ ബ്രേക്ക് എന്നാണ്. പ്രഭാതം, പൊട്ടിവിടരുന്ന പ്രഭാതം, കൊച്ചു വെളുപ്പാങ്കാലം എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ഫലഖ എന്ന് പറഞ്ഞാൽ പിളരുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിളരുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സൃഷ്ടിപ്പ് നടക്കുന്നത് ഒന്നിനെ പിളർത്തിക്കൊണ്ടാണ് അല്ലേ? ഇപ്പോൾ ഒരു സസ്യം മുളക്കുന്നത് എങ്ങനെയാണ്? ഒരു വിത്തിൻ്റെ പുറന്തോട് പിളർന്നാണ് സസ്യം പുറത്തേക്ക് വരിക അല്ലേ? അതിൻ്റെ മുകുളം പുറത്തേക്ക് വരും. ഇതേപോലെ മുട്ട പൊട്ടിയിട്ട് അതിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തേക്ക് ചാടുകയാണ്. എല്ലാം അങ്ങനെയാണ് സൃഷ്ടിപ്പ്. അരുവികൾ ഒഴുകുന്നത് പാറക്കെട്ടിൻ്റെ ഇടയിൽ നിന്ന് അല്ലേ? ആ പാറയെ പിളർത്തിയിട്ടാണ് അരുവികൾ പിറക്കുന്നത് എന്ന് കാണും. ഇതേപോലെ തന്നെയാണ് സൂര്യോദയം സംഭവിക്കുന്നത് അല്ലേ? കിഴക്കൻ ചക്രവാളത്തിൽ വെള്ള കീറുക എന്നൊരു പ്രയോഗമുണ്ട്. പ്രഭാതം പൊട്ടിവിടരുക എന്നൊക്കെ പറയില്ലേ നല്ല ഭാഷയിൽ. ഫലഖ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും അതാണ്. അപ്പം അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫലഖ എന്ന് പറഞ്ഞാൽ ഖലഖ എന്ന് തന്നെയാണ്, സൃഷ്ടിച്ചു എന്ന ആശയം അതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അൽ ഫലഖ്, പ്രഭാതം, പുലരി, ഡേ ബ്രേക്ക് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സൂറത്തുൽ ഫലഖ് 1ാമത്തെ ആയത്തിൽ തന്നെ അൽ ഫലഖ് എന്നുള്ള പദം, വാക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറയിൽ അള്ളാഹു എന്താ പറയുന്നത്? കഴിഞ്ഞ സൂറത്തുൻ നാസുമായിട്ട്
കുറേ കമ്പാരിസൺ ഈ സൂറയ്ക്ക് ഉണ്ട് അല്ലേ? എന്താണ്? അൽ മുഅവ്വിദത്താനി, രണ്ടും അള്ളാഹുവോട് രക്ഷ തേടുന്ന സൂറത്തുകളാണ്. അതേപോലെ 2 സൂറയും തുടങ്ങുന്നത് ഖുൽ എന്ന വേർഡ് കൊണ്ടാണ്. അതേപോലെ അഊദു 2 സൂറയിലുണ്ട് അല്ലേ? ബി 2 സൂറയിലുണ്ട്. റബ്ബ് അതും 2 സൂറയിലുണ്ട്. ഒന്നാമത്തെ സൂറത്തുൻ നാസിൽ ബി റബ്ബിന്നാസ് എന്നായിരുന്നു, എന്നാൽ ഇവിടെ ബി റബ്ബിൽ ഫലഖ് എന്നാണ്. അപ്പോൾ ഒരുപാട് സാമ്യതകളുണ്ട്. എന്താ വ്യത്യാസം? അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? സൂറത്തുൻ നാസ് ശരിക്കും നമ്മുടെ അകത്തുള്ള ടെൻഷനുണ്ടല്ലോ, അസ്വസ്ഥതകൾ, വിഷമങ്ങൾ, തിന്മകൾ, പ്രയാസങ്ങൾ, അതിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടാണ്. എന്താ കാരണം? നമ്മൾ മനസ്സിലാക്കിയില്ലേ? പിശാച് അയാൾ എവിടെയാണ് കയറി പിടിക്കുക? നമ്മുടെ ഹാർട്ടിലാണ്, ഹൃദയത്തിലാണ്, മനസ്സിലാണ് കയറി പിടിക്കുക അല്ലേ? അത് ഭയങ്കര ഒരു വൈറസ് മാതിരിയാണ്, അകത്താണ് പിടിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം പിന്നെ മാറി മറിയും എന്നുള്ളതാണ്. അപ്പോൾ അകത്ത് അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾക്ക് അള്ളാഹുവോട് രക്ഷ തേടലാണ് സൂറത്തുൻ നാസ്. എന്നാൽ സൂറത്തുൽ ഫലഖിൽ എന്താണെന്നറിയാം? പുറത്ത് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടലാണ്. ജീവിതത്തിൽ നമ്മൾ പുറമേ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്, അതിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടും. സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടും, രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന്, ദുർമന്ത്രവാദികളുടെ ഉപദ്രവത്തിൽ നിന്ന്, അതേപോലെ അസൂയാലുവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്. ഇങ്ങനെ 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടാൻ. അപ്പോൾ അകവും പുറവും ഒരുപോലെ ശുദ്ധമായിരിക്കണം, അകവും പുറവും ഒരുപോലെ അള്ളാഹുവിന് വിട്ടുകൊടുക്കണം അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു എൻ്റെ മനസ്സ് നീയൊന്ന് കഴുകി തുടച്ച് ശുദ്ധീകരിച്ച് താ പടച്ചോനെ എന്ന് നമ്മൾ സൂറത്തുൻ നാസിൽ പ്രാർത്ഥിച്ചു. എങ്കിൽ സൂറത്തുൽ ഫലഖിൽ പുറമേ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടുകയാണ്. ആ ഒരു ബോധ്യം നന്നായിട്ട് മനസ്സിലുണ്ടാവണം കേട്ടോ പഠിക്കുമ്പോൾ. നമുക്ക് 1-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഖുൽ, നീ പറയുക, അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബി റബ്ബ്, നാഥനോട്, രക്ഷിതാവിനോട്, അൽ ഫലഖ്, പുലരിയുടെ അല്ലെങ്കിൽ പ്രഭാതത്തിൻ്റെ, പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയുക അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്, ചൊല്ലി പഠിപ്പിക്കുകയാണ്. നീ പറയൂ. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അത് നിന്റെ റബ്ബിനോടായിരിക്കണം പ്രാർത്ഥിക്കുന്നത് എന്ന് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ചോദ്യം, എന്താണ്? ഖുൽ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറകളുണ്ട് ഖുർആനിൽ? ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തിയിരിക്കും. എത്ര സൂറകൾ? 5 സൂറകളാണ് അല്ലേ? ആ 5 സൂറകളുടെ പേരുകൾ ഒന്നുകൂടി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പ്രഭാതത്തിൻ്റെ, പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. എന്തായിരിക്കും പുലരിയുടെ നാഥനോട്, പ്രഭാതത്തിൻ്റെ നാഥനോട് രക്ഷ തേടുന്നു എന്ന് പറയാൻ കാരണം? അത് വളരെ പോയറ്റിക് ആയിട്ടുള്ളൊരു പ്രയോഗമാണ് ശരിക്കും അല്ലേ? പ്രഭാതം, പുലരി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ വല്ലാത്ത പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ രാത്രിയായല്ലോ, ഇപ്പോൾ നമ്മൾ നാളെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് സ്കൂളിലേക്ക് പോകണം, മദ്രസയിലേക്ക് പോകണം, ഇന്ന കാര്യം ചെയ്യണം, വലിയ പ്രതീക്ഷ നേരം വെളുക്കുമ്പോൾ. അതേസമയം രാത്രിയാകുമ്പോഴോ മനസ്സൊന്ന് അല്പം ഒന്ന് ഗ്ലൂമി ആവും അല്ലേ? സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞ് ഒന്ന് കിടക്കേണ്ടിയിരുന്നു, റെസ്റ്റ് എടുക്കേണ്ടിയിരുന്നു എന്നുള്ള തോന്നലുണ്ടാവില്ലേ? അപ്പോൾ ശരിക്കും അള്ളാഹു പ്രഭാതത്തിൻ്റെ നാഥൻ എന്ന് പറഞ്ഞാൽ അവനിലാണ് നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും. അവൻ പ്രകാശമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ്, വെളിച്ചമാണ് അള്ളാഹു. ആ വെളിച്ചത്തിൻ്റെ നാഥനോടാണ് നമ്മൾ ഇവിടെ രക്ഷ തേടുന്നത്. അഊദു ബി റബ്ബിൽ ഫലഖ്. അപ്പോൾ അള്ളാഹുവോടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് പ്രതീക്ഷയോടെ ആവണം. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എത്ര നാളായി പ്രാർത്ഥിക്കുന്ന അല്ലേ? അങ്ങനെയൊക്കെയുള്ളൊരു മൂഡില്ല. ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് കിട്ടുമെന്ന് അറിയില്ല, അങ്ങനെയല്ല, നല്ല പ്രതീക്ഷ ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രതീക്ഷ ആണ്, പ്രഭാതം പ്രതീക്ഷയുടെ ഒരു പ്രതീകമാണ്, സിമ്പലാണ് എന്ന് അതിൽ മനസ്സിലാക്കാൻ പറ്റും. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്. അതേപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ
സകല സൃഷ്ടികളുടെയും നാഥനായ റബ്ബിൽ ഞാൻ രക്ഷ തേടുന്നു എന്നും ആകാം. ഇങ്ങനെ ഓരോ സൂക്തങ്ങളും വളരെ വ്യക്തതയോടെ വിശദമായി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അൽ ഫലഖ് എന്ന വാക്ക് ഖുർആനിൽ വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കൂ. വേറെ എവിടെയില്ല. അൽ ഫലഖ് ഇവിടെ തന്നെ ഉള്ളൂ. പിന്നെ ഫാലിഖ് എന്ന വാക്കുണ്ട്. ഫാലിഖുൽ ഹബ്ബി വന്നവ, അവൻ വിത്തും ധാന്യവും മുളപ്പിക്കുന്നവനാണ്. ഫാലിഖുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. ഇതൊക്കെ വളരെ സുന്ദരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. അതേപോലെ ഈ കടൽ, മൂസാ അലൈഹി സ്വലാം വടിയടിച്ചപ്പോൾ കടൽ പിളർന്നില്ലേ? അതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഫംഫലഖ എന്നാണ്. ആ കടൽ ശരിക്കും രണ്ട് മല പോലെ തെന്നി മാറിയിട്ട് പിളർന്നു നിന്നു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്കിനെ കുറിച്ചും അറിയാനും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്രാർത്ഥന അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. അത് നിരാശയിലേക്കല്ല, മറിച്ച് അള്ളാഹു കൂടെയുണ്ട്, പിന്നെ ഞാനെന്തിനു പേടിക്കണം എന്ന നിലയിൽ അവനിൽ നമ്മെ സമർപ്പിക്കുക എന്നൊരാശയം കൂടി അതിലുണ്ട്. അതിനാൽ സൂറത്തുൽ ഫലഖ് നന്നായി പഠിക്കുക, കാണാതെ പഠിക്കുക, എഴുതി പഠിക്കുക, അർത്ഥം ഗ്രഹിക്കുക. ഇന്ന് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡിലിരുന്ന് പാരായണം ചെയ്ത് കയ്യിൽ ഊതിയിട്ട് ശരീരം മുഴുവൻ തടവുക. ഇങ്ങനെ ഈ സൂറയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.